യാഗമായി സ്വന്തം ജീവനെ തന്നതിനാ. ഞാൻ സങ്കേതമായി എന്റെ കൂടെയുണ്ട്, അവൻ മാത്രമൻ നല്ലിടയൻ. തിരുക്കരങ്ങളാൽ അനുദിനം നടത്തുകയാ, കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. ഗുഡ് മോർണിംഗ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലതും മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ല ഒരു ദിവസത്തിൻ്റെ പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിച്ചിരിക്കുന്നു. നമുക്ക് ആ ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്കുള്ളതായ ചിന്താവിഷയം മേഘത്തിൽ പൊങ്ങി കിടക്കുകയോ എന്നുള്ളതായ ഒരു ചിന്താവിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കോണം കടന്നു പോകുന്നത്. ഇവിടെ തരുന്നതായ വേദവാക്യം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഒരിക്കലും സാധ്യമല്ലാത്തതായ ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കാൻ തൊക്കണം പോകുന്നത്. മേഘത്തിൽ പൊങ്ങിക്കിടക്കുകയോ. നമുക്കറിയാം, നമ്മളൊക്കെയും ചില കുഞ്ഞുങ്ങളുടേതായ കാർട്ടൂൺ പരമ്പരകളൊക്കെയും കാണുമ്പോഴത്തേക്ക് ആ പരമ്പരയിൽ ഇപ്രകാരമുള്ളതായ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ തൊക്കണം സാധ്യത മാറും. കാരണം മേഘങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ അതിന് മുകളിൽ ഒരു വ്യക്തി കിടക്കുന്നതായിട്ട് കാണാൻ തൊക്കണം സാധിക്കും. അല്ലെങ്കിൽ ആ വ്യക്തി വെള്ള വസ്ത്രങ്ങൾ കൊടുത്തുകൊണ്ട് പലവിധമായ വാദ്യ ഉപകരണങ്ങളൊക്കെ വായിക്കുന്നത് നമുക്ക് കേൾക്കാൻ തൊക്കണം സാധ്യത മാറും. ഇതൊക്കെയും നമുക്ക് ടി വികളിൽ കൂടി മാത്രം കാണുന്നതായ കാര്യമായിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇത് സാധ്യമാകാത്തതായ കാര്യമാണ്. കാരണം ഒരു നിശ്ചിത പ്രായത്തിലുള്ളവർ അവരുടേതായ ചിന്തകൾ, അവരുടേതായ അല്ലെങ്കിൽ ആ ഒരു ചിന്താമണ്ഡലം ഈ ടെലിവിഷൻ ചാനലിലേക്ക് കടന്നു പോകുമ്പോഴത്തേക്ക് ഇപ്രകാരമുള്ളതായ കാര്യങ്ങളെ അതിൽ കൂടി അവർക്ക് അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ തൊക്കണം സാധ്യമായിട്ട് മാറും. ഇവിടെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: മനുഷ്യരാശിയെ സൃഷ്ടിച്ചതായ അല്ലെങ്കിൽ സൃഷ്ടിച്ചതിന് ശേഷം ഭൂമി എന്നേക്കും നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച രീതിയിലല്ല ഇന്നത്തെ നിലനിൽപ്പ്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു സ്വർഗമെന്ന നല്ല ഒരു പർദീസ, നല്ല ഒരു ഏദൻ തോട്ടം സ്ഥാപിച്ചു. അത് ആദാമിനും ഹവ്വയും ദൈവം അവർക്ക് നൽകി. എന്നാൽ പിന്നീട് ആ നൽകിയതായ ഏദനിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്ന് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചതായ ആ ഒരു പാവമാണ്, അല്ലെങ്കിൽ ആ ഒരു പാവത്തിൻ്റെ അവസ്ഥ ഇന്നത്തെ ഭൂമിയിലും നമുക്ക് കാണുവാൻ തൊക്കണം സാധ്യമായിട്ട് മാറുന്നുണ്ട്. ഇവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, പതനത്തിൽ ഈ ഏദനിലെ പതനത്തിന് മുമ്പ് അല്ലെങ്കിൽ പാവം കടന്ന് വരുന്നതിന് മുമ്പ് ഏദൻ തോട്ടം എങ്ങനായിരുന്നോ അപ്രകാരമായിരിക്കും കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ നമ്മെ കൊണ്ടുപോകുന്നതായ ആ ഒരു പർദീസ. ആ ഒരു പർദീസയിൽ അവിടെ കഷ്ടമില്ല, ദുഃഖമില്ല, പ്രയാസമില്ല, കണ്ണുനീരില്ല, വേദനയില്ല. ഇന്നത്തെ ലോകത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതൊക്കെയും നമുക്ക് കാണുവാനും കേൾക്കുവാനും നമുക്ക് സാധ്യമായിട്ട് മാറുന്നുണ്ട്. പലപ്പോഴും നമ്മളിതൊക്കെയും അനുഭവിച്ചതായ വ്യക്തികൾ കൂടിയാണ്. എന്നാൽ ഇവിടെ ചിന്തിക്കുമ്പോഴത്തേക്ക് ഇന്ന് പല വ്യക്തികളും തങ്ങളുടേതായ അലസത മുഖാന്തരം പല കാര്യങ്ങളും ചെയ്യുവാൻ തൊക്കണം ഒരുങ്ങാതെ അവർ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ തൊക്കണം സാധ്യത മാറും. കാരണം ഇവിടെ ചിന്തിക്കുമ്പോഴത്തേക്ക് പക്ഷെ അത് അലസമായിരുന്ന സ്ഥലമായിരിക്കുകയില്ല. പർദീസ എന്ന സ്ഥലത്തെക്കുറിച്ച് പറയുകയാണ്, അവിടെ ഒരിക്കലും അലസത ഉണ്ടാകുകയില്ല. എന്നാൽ ഇന്നത്തെ ലോകം നോക്കുമ്പോഴത്തേക്ക് അനേകം പേർ പലവിധമായ പണികളിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് അവർ പലവിധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ കരിങ്കല്ല് പണിക്ക് പോകുന്നതായ ഒരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത പണി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആരും പറയില്ല പണി വളരെ സുഖമായിരുന്നു, പ്രയാസമൊന്നുമില്ല, കഷ്ടതൊന്നുമില്ല എന്ന് പറയുകയില്ല. അവർ പ്രകാരം പറയും
കരിങ്കല്ല് പണി അത് വളരെയേറെ പ്രയാസമുള്ളതാണ്, വളരെയേറെ കഷ്ടതയുള്ളതാണ് എന്നവർ പറയാൻ നമുക്ക് കേൾക്കാൻ നോക്കണം സഹോദരന്മാർ. എന്നാൽ അന്നത്തെ ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിൽ നാം നിൽക്കുമ്പോൾ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനായ ആ വലിയ ചുറ്റും നമ്മൾ നടക്കും എന്ന് നമുക്കൊരു പക്ഷേ നമുക്കറിയാത്ത കാര്യമായിരിക്കാം. മനസ്സിലാക്കിക്കോണം, കർത്താവിൻ്റെ വീണ്ടും വരവെങ്കിൽ നമുക്ക് ദൈവമൊരുക്കുന്നതായ ആ നല്ലൊരു പ്രദേശം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാനും ദൈവം നമ്മെ ഇടാക്കുന്നതായ ഒരു ദിവസം കടന്നു വരുന്നുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞത് അപ്രകാരം ആ സ്വർഗത്തിലെ പരദീസയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കൾ ആരും ചോദിച്ചു കഴിഞ്ഞാൽ ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസം കാത്തുള്ളതായ മക്കൾക്ക് മാത്രമേ അതിന് സാധ്യമാകുകയുള്ളൂ. അതായത് രക്ഷിക്കപ്പെട്ടവർക്കായി ഒരുക്കിയിരിക്കുന്നതായ പ്രതിഫലങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നത് വായിക്കുകയും നമ്മുടെ ജീവിതത്തെ അത് എങ്ങനെ സ്പർശിക്കുന്നുവെന്ന് നാം ഓരോ ദിവസവും ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇവിടെ പലപ്പോഴും പല വ്യക്തികളും പറയുന്നിങ്ങനെയാണ്, കർത്താവിൻ്റെ മാറ്റമില്ലാത്തതായ വചനം ഞാൻ വായിച്ചപ്പോൾ ആ ഒരു വാക്യം എന്നെ വല്ലാതെ സ്പർശിച്ചു, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റമുണ്ടായി, അല്ലെങ്കിൽ ആ ഒരു വാക്യം അല്ലെങ്കിൽ ആ ഒരു വചനം ഞാൻ കേട്ടപ്പോൾ അത് വായിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും എൻ്റെ ജീവിതത്തിൽ ആ ഒരു സ്വഭാവത്തിന് ഞാൻ മാറ്റം വരുത്തിയില്ലായിരുന്നു. എന്നാൽ ആ ഒരു വചനം വായിച്ചപ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിന് മാറ്റം വന്നതായിട്ട് എനിക്ക് പഠിക്കാൻ തൊക്കണം സാധിക്കും. അങ്ങനെ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമ്മൾ കർത്താവിൻ്റെ വചനങ്ങൾ പഠിക്കുമ്പോൾ ആ വായിക്കുന്ന വചനം ഏതാണോ ആ വചനം മുഖാന്തരം എൻ്റെ ജീവിതത്തിന് എന്ത് മാറ്റമുണ്ടായെന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കുന്ന വചനമാണ്, നമ്മുടെ ജീവിതങ്ങൾക്ക് വളരെ സ്വാതന്ത്ര്യം തരുന്ന വചനമാണ്. കാരണം ആ വചനം മുഖാന്തരം നമുക്ക് രക്ഷ പ്രാപിക്കാൻ തൊക്കണം നമുക്ക് സാധ്യമാകുന്നൊരു കാര്യമാണ്. വളരെയേറെ പ്രയാസത്തിരിക്കുന്ന ആ ഒരു വ്യക്തിയോട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നാം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിന് നമുക്ക് ആശ്വാസം കാണാൻ തൊക്കണം സാധ്യത മാറും. അപ്രകാരം ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഒരുക്കുമാറാകട്ടെ, നമ്മുടെ ജീവിതത്തിന് വളരെയേറെ സമാധാനം നൽകുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ, നല്ല പ്രഭാതന സ്തോത്രം കർത്താവേ, തമ്പുരാൻ ലഭിച്ച വചനം ഞങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകുവാൻ സഹായിക്കുമാറാകണം. ഈ വചനം കേട്ടതായ സകല മക്കളെ ദൈവം അനുഗ്രഹിക്കണം. മാനവമതം കർത്താവ് എടുക്കണം, സകലതും യേശു ക്രിസ്തു മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.